एक दो तीन हाँ अभी है എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. നീച്ചേ സർ വഴി തെറ്റി. ഞങ്ങളുടെ ഫുഡ് എത്തി. ക്യാമറേനെ നമ്മൾ മറന്നാണ്. Let's go for a trek, boys. 5 ആകുമ്പോഴേലും അവിടെ എത്തണം. ആധാർ എന്താ പറഞ്ഞ? ഇപ്പോൾ ഒരെണ്ണം വരുന്നുണ്ട്, അതിന് കയറണം. അയ്യോ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ പീക്ക് തിരക്കില്ല. 4 മണിയായി ഓഫീസ് വിട്ട് ഇച്ചിരി തിരക്ക് പ്രതീക്ഷിച്ച. പ്ലാറ്റ്ഫോം 9 അത് മറ്റേ ഇങ്ങനെ ഒരു ഇറങ്ങി പോകുന്നതാണ്. ആണോ? അവിടെ അല്ലേ കഴിഞ്ഞ ആണോ നമുക്ക് നമ്മളെവിടെ പോകാം? കർജത്ത് പോകാൻ. കർജത്ത് വന്നു. ഇല്ല, നമ്മൾ ടൈമില്ല, നമുക്ക് 10 മിനിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതലും ഇതിലും കുക്കിലല്ല. പക്ഷെ ഇവരൊക്കെ താനേ ഡൂംബിയിലേക്ക് ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമായിരിക്കും. ആരോടെങ്കിലും പോയില്ല. മുംബൈയിലെ ഹ്യൂമിഡിറ്റിയിൽ ഞാൻ എന്താ കുളിക്കുക. അയ്യോ ആണോ? ഞാൻ എന്താ ഇത് കണ്ടോ? ഇങ്ങനെ വേണം മുംബൈയിൽ ലോക്കലി ട്രാവൽ ചെയ്യാൻ. നോക്കിക്കോ. चल 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 अरे कसा जाना राजू ഇതിനകത്ത് കയറിയോ? स्टार्ट ऑफ गेस भाई आधे जन उतर जाओ. ഒന്ന് കാണിച്ചമ്മ. ക്യാമറ പിടിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഈ 2 മണിക്കൂർ ഇതേൽ പോകണം. എപ്പോഴാണ് സീറ്റ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ല. 2 മണിക്കൂർ ഇങ്ങനെ പോയാൽ. ഫസ്റ്റ് ക്ലാസ് എടുത്ത വല്ല വ്യത്യാസം കാണുമായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തമ്മിൽ വ്യത്യാസമാണ്. കാരണം ഈ ട്രെയിനിലൊന്നും ആരും ചെക്ക് ചെയ്യത്തില്ല. ഫാസ്റ്റ് അല്ലേ, ഇറങ്ങുമ്പോൾ ആരെങ്കിലും ചെക്ക് ചെയ്യത്തേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് എത്തി ഞങ്ങൾ. 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. ഇനിയും ഇവിടുന്ന് മറ്റേ ആ വില്ലേജിലോട്ട് ബസ് നോക്കണം. ചോദിക്കണം ആരോടെങ്കിലും. ബാരി വില്ലേജ് അല്ലടാ? ബാരി വില്ലേജ്. എടാ നമുക്ക് അകത്ത് ചോദിച്ചിട്ട് പോകാം. 2500 പോലെ. അകത്തോട്ടൊന്നും അകത്തുള്ളവരോട് ഗൈസ് ബസ്സില്ലെന്നാണ് പറയുന്നത്. ഇവന്മാർ പറയുന്ന ടാക്സി എഴുതി 2500 രൂപ കൊടുക്കണം. 1 വേ ബസ് ഉണ്ടെന്നാ നമ്മൾ കേട്ടെ. നമ്മൾ ബസ് ഉണ്ടെന്നാ കേട്ടെ. നോക്കണം. അയ്യോ സോറി. बारी जाने के लिए बारी विलेज के लिए बस सर्विस है. बस है क्या इधर से? बस है ना उधर नीचे मंदिर के नीचे. मंदिर के नीचे कितना बजे तक है?
क्या सिटी है क्या है अभी जाने का ना तुरंत हाँ ओके അതാ ഇവന്മാര് നമുക്ക് നോക്കാം, പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവരിവിടെ വില പേശി ആളിനെ എടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ തീർന്നു, ഇവന്മാരുടെ കൂട്ടത്തിൽ ഇവന്മാർ പറയുന്ന വിലയ്ക്ക് പോകും. നോക്കാം, ചിലപ്പം ബസ്സൊക്കെ തീർന്ന് കാണും. ബസ് ഇല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇവിടെ ഫുൾ ടാക്സി തിരക്കും മാത്രം. भैया बारी जाने के लिए बस कहाँ पर बारी बारी भारी उधर है ना? कितना बजे गए? अभी कितने बजे अभी तो इस पे गई होगी 8 बजे आएगी. 8 बजे आएगा? हाँ उसे चलेगा. हाँ ओके താങ്ക് യു. ആ 8 മണിക്കൊരു നമ്മൾ ഒരാളുടെ ബ്ലോഗ് നോക്കിയപ്പം चैनल अभी बना नहीं है ब्रो, बना रहे. पहला वीडियो है. താങ്ക് യു. അണ്ണന്മാർ നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നു. നമ്മൾ ഓൺലൈൻ ഒരു ബ്ലോഗ് നോക്കിയപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരുത്തൻ പറഞ്ഞായിരുന്നു, അവൻ ഇതുപോലെ നമ്മൾ ഈ വന്ന സെയിം ടൈമിൻ്റെ ലോക്കലിന് കയറി സെയിം ടൈമിൽ ഇവിടെ എത്തിയിട്ട് 8 മണിയായപ്പോൾ ഒരു ലോക്കൽ ബസ്സിന് കയറി അവിടെ എത്തിയിട്ട് ആ നൈറ്റ് ട്രക്ക് ചെയ്ത്. നമ്മളും ആ സെയിം പ്ലാൻ ഫോളോ ചെയ്യാനായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം പുള്ളി ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്മാർ പറയുന്നത് കെണികളിൽ വീഴല്ലെന്ന്. ഞങ്ങളോട് ഇവരെല്ലാം എന്തോ ഒക്കെ ചോദിക്കുന്നുണ്ട് മറാഠിയിൽ. മറാഠിയിലായവരെല്ലാം ചോദിക്കുന്നത്, നമ്മളൊന്നും പറയുന്നില്ല. दीपक कॅमेरामध्ये पाहिले वाटते द्या तुम्हाला का देऊ दीपक हे दिसतंय तो ഈ പിള്ളേർക്ക് हाय सोहम എന്ത് नाम क्या സന്തോഷം. है? दिसतंय सोहम नाम बोल. सोहम मेरा नाम कौन सा क्लास पे है? दीपक दीपक. सोहम मेरा नाम यूट्यूब देखते हो? यूट्यूब देखते हो? हाँ फेवरेट यूट्यूबर कौन है आपका? मेरा मिस्टर इंडियन यूट्यूब नहीं मिस्टर इंडियन मैं हैकर. इंस्टा गेम खेलते हो? कौन सा गेम खेलते हो? पबजी पबजी खेलते हो? पबजी वाला है क्या? सब लोग पबजी खेलते हैं. नहीं मैं फ्री मैं फायर? भी दोनों खेलते मैं भी हैं. 2-3. हाँ अभी है. ഗൈസ് ഇപ്പോൾ ഇവരുടെ വ്ളോഗാണ്. അതെ, ഈ പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ. हेलो हेलो അദ്വൈത खाना പിള്ളേരെ खाया क्या അദ്വൈത പിള്ളേരൊക്കെ എങ്ങനെ മൈക്ക് വാക്കി കൊടുക്കും. ഗൈസ് ഈ ചേച്ചിയാണ് ഞങ്ങളെ സ്കാമിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടും പിന്നെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയും വേറെ സ്ഥലത്തോട്ട് പോകണമെന്ന്. ചേച്ചിയുടെ മുന്നിൽ വെച്ചാൽ പറഞ്ഞു. ചേച്ചി എന്നെ കണ്ണ് കാണിച്ച് വെറുതെ ചുമ്മാ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യണ്ടെന്ന്. ആ ചേച്ചിയുടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇവന്മാർ ഇവിടെ വരുമ്പോൾ ഇവരുടെയും തന്നെ വെള്ളം വരും. ഇവരെ ഈ കുഞ്ഞിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാവുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ പോവാം. അവനവൻ്റെ ഐഡിയ തരുന്ന കണ്ടിട്ട് എനിക്ക് संतोष സന്തോഷ് 8 ഏതാണ്ടാ നമ്മൾ ഇൻസ്റ്റ ഐഡി പറയും. കാലം പോകുന്നൊരു പോക്കെ. नाम से आपको भी है क्या इंस्टा? ये आपका नहीं. चलो फॉलो कर. ഗൈസ് ബസ് ആണ് ഞങ്ങളുടെ വന്നു. ഞങ്ങളിനിയും ബസ്സിൽ കയറി പോകാൻ പോകാം. ആളുകളില്ലാത്ത ബസ് ഒരെണ്ണനുണ്ട്. കിട്ടില്ലേ? ആ കുഞ്ഞും ചെയ്തു. പക്ഷെ നമ്മളങ്ങനെ അവിടെ നിന്ന് പോവാം. ഭയങ്കര പാവം ആൾക്കാർ. അതെ ഒരു ഫാമിലിയാ, 3 പിള്ളേരും അമ്മയും പിന്നെ അവിടുത്തെ ഒരു അങ്കിളും. ഭയങ്കര സ്നേഹം. ആ ചെക്കനാണ് ഞങ്ങളുടെ കൂടെ ആയിരുന്നു, അവൻ വിടുന്നില്ല. 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ പോയി അറിഞ്ഞു. ഭാര്യ വില്ലേജ് കാണാം. യെസ്, നീ 2 മണിക്കൂർ കുലുങ്ങി 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 ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകും. ഞങ്ങൾ കയറിയപ്പോൾ ആളൊന്നുമില്ല. ഇപ്പം കുഴപ്പമില്ലാതൊക്കെ കയറി. ബസ്സിൽ ലൈറ്റ് ഓഫ് ചെയ്തു.
ഇതൊരു മല കയറിക്കൊണ്ടിരിക്കുക. ക്രീപ്പിയാണ് ലൈറ്റ് കുത്തി അങ്ങനെ ഉറങ്ങാനുള്ള മൂടാണ്. ഡ്രൈവർ ഉറങ്ങാനാ മതിയായിരുന്നു. ഈ രണ്ട് സൈഡിൽ കൂടെ വണ്ടി കയറി പോവാ. ഒരുമാതിരി വൺ വേ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഹായ് ബ്രോ. ഞങ്ങളെ ഇവിടെ ഒരു എങ്ങനെ കാണിക്കുന്നു നോക്കാം. കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക്. ഞങ്ങളെ ഇവിടെ കൊണ്ടിറക്കി. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഞങ്ങളുടെ ചുറ്റും കൂരിരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിരുട്ട്. ലൈറ്റ് അടിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാഴ്ചകൾ. അതാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങളുടെ നിഗമനം. ആ മേളിലോട്ടുള്ള വെട്ടം കണ്ടു ഇവിടുന്ന് ഇങ്ങനെ. അതിൽ ഞാൻ തോന്നുന്നു നമ്മൾ പോകുന്നത്. അത് കാണാൻ പറ്റും. ഇതിൻ്റെ ട്രെക്കിൻ്റെ തുടക്കത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കട. ആ കടക്കാരൻ കൊള്ളാം. ഭാഗ്യം ചെയ്തു. ഈ ഒരു ആർച്ച് ഉണ്ട്. ഇത് കണ്ടാലേ തുടങ്ങാമെന്ന് പറഞ്ഞത്. बैठ सकते तुम, फक्त आवाज ज्यादा मत करो. ആ बैठ सकते कुछ नहीं. बैठना बैठ सकते, सो सकते इधर, कुछ नहीं. लाइट रहेगा ये. हाँ भैया. और सुबह का टाइमिंग, बस का टाइमिंग क्या? 1 घंटे में. एक घंटे का. प्राइवेट गाड़ी 10 मिनट में. हाँ 10 मिनट. शेयर टैक्सी. 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 2 മണിയാകുമ്പോൾ ഇതുവഴി നടന്ന് പയ്യെ തുടങ്ങണം. അണ്ണൻ പറഞ്ഞു നമ്മളോട് നിങ്ങൾ ഇവിടെ കിടന്നു. ഇന്ന് രാത്രിത്തെ ഞങ്ങളുടെ കിടക്കയാണ് ഗീസ്. നല്ല കിടക്ക. പുള്ളി പറഞ്ഞായിരുന്നു ടെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിവിടെ ടെൻ്റ് ഇട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ ടെൻ്റ് ഒന്നും ഇല്ല. ഞങ്ങളെ കോസി ആയിട്ട് വെക്കാൻ വേണ്ടി അവിടെ ഒരു ഫയർ പ്ലേസ് ഒക്കെ എണ്ണം കുറച്ച് റൊമാൻറ്റിക് ആണ്. അതെ. ഉള്ള ചപ്പും ചവറും എല്ലാം കത്തിക്കുക. നല്ല ലൈറ്റ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ 12:30. നമ്മളൊരു 1:30 കഴിയുമ്പോഴത്തേക്കും മെല്ലെ തുടങ്ങും. ഇതാണ് എൻ്റെ പുതിയ സ്ട്രാറ്റജി. 2 മണിക്കൂർ പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം എന്താ? സൊമാറ്റോയിൽ മറ്റേ പണ്ടത്തെ ഓർഡർ വേണ്ട സാധനമില്ലേ, അത് കളിക്കുക. അതിന് നമുക്ക് കമ്പനി തരാൻ ആരംകുഞ്ഞ് അവൻ 2 മണിക്കൂർ ഞങ്ങളായിട്ട് കോളിട്ടിരിക്കുകയായിരുന്നു. ഗൈസ് ഇവിടെ കറണ്ട് പോയി. ഞങ്ങളിപ്പോൾ ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ ടോർച്ച് നിർത്തി കഴിഞ്ഞാൽ കണ്ടോണേ 3 ടാപ്പ്. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇപ്പം ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾക്ക് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. സമയം 2 മണിയായി. നമ്മളിനി ഇവിടെ നിന്ന് മെല്ലെ തുടങ്ങുക പരിപാടി. ബാഗൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. കുറേ പേരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ബൈക്കേലും. ഒരു ജില്ല അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഒമിനിക്കകത്ത് ഒരു 10 പേര് ഇടിച്ച് കുത്തി അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബൈക്കേൽ കുറേ പിള്ളേർ ചുറ്റും അങ്ങനെയുള്ളവരൊക്കെ പോയി. നമ്മുടെ ഒരു ടോർച്ചുണ്ട്. ഇവിടുന്ന് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് നടക്കാൻ അങ്ങോട്ട്. ഇവിടുന്ന് കൊണ്ട് കാണിക്കാം. ആ വെട്ടം കാണുന്നതുണ്ടോ? അത് ആ മലയിലോട്ട് മേളിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ വരെ നമ്മൾ പോകണം. എന്താണെങ്കിലും ഉണ്ട് ഇവിടുന്ന്. അതുകൊണ്ട് അടുത്ത വണ്ടി നമ്മുടെ പുറകെ വരുന്നു. ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. എടാ അതിൻ്റെ മേളിലൊക്കെ ആള് കിടക്കുന്നു കണ്ടോ? വഴി അറിയാത്തതുകൊണ്ട് വേറെ 2 ആൾക്കാർ ഞങ്ങളവിടെ കൂടി. ഞങ്ങൾ അവിടെ വേറൊരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് നിങ്ങൾ വേറെ ഗൈഡിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. നമ്മൾ തന്നെ പോകും. ऐसे है ना नीचे
नीचे नहीं होगा ना? नीचे से? हाँ वही होगा ना। ये तो एकदम एडवेंचर हो गया। बड़ा फुल गया। भाई लोग एक हाय बोलो। हाय हमारा व्लॉग है। മണ്ടയ്ക്കോട്ട് അസെൻഡ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഞങ്ങൾക്കിടയ്ക്ക് വഴി തെറ്റി. പിന്നെ ഞങ്ങൾ പോവാ. ഇവിടെയൊക്കെ എത്തി, എവിടേക്കോ എത്തി, എങ്ങും എത്താതായില്ല. ഹാഫ് വേ ആയപ്പോൾ നിർത്തിയ സ്പോട്ടാ. ഞങ്ങളോട് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമ്പോൾ ഇവിടെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റിംഗ് ഏരിയയിലൊക്കെ ടെൻ്റൊക്കെ സെറ്റപ്പ് ചെയ്തു. ഓ എസ് ഏസ് ഇവിടെ ഫ്ലാറ്റായിട്ട് ചവിട്ടാനൊന്നുമില്ല, വെറും കമ്പി മാത്രമേ ഉള്ളൂ. നമ്മൾ ലാഡറിൻ്റെ ഇവിടെ എത്തി. ഇനി 4 സെറ്റ്സ് എന്തോ ലാഡർ എന്തോ അത് കഴിഞ്ഞിട്ടേ മേളിലെത്തത്തുള്ളൂ. നമ്മളെക്കാട്ടി മുന്നേ കണ്ട് താഴെ കൂടെ ആൾക്കാർ വരുന്നതൊക്കെ കണ്ടോ? നിങ്ങൾക്ക് ലൈറ്റ്സ് കാണോ? ഉണ്ട്. ഓരോരുത്തരും എല്ലാം ട്രക്ക് തുടങ്ങി. നമ്മൾ മേളിലെത്താറായി. ഓക്കെ ചില ഇത് കഴിയും തോറും സ്റ്റീപ്പായിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ വലിയ സ്റ്റെപ്പും ആന സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പിൻ്റെ ഇടയിൽ ഒരുമാതിരി നോർമലി ഉള്ളൊരു 4 സ്റ്റെപ്പിൻ്റെ ഗ്യാപ്പ് കാണും. സ്പോട്ട് ലൈറ്റ് ഓൺ ജോ. ഭയങ്കര കാറ്റ്, നല്ല തണുപ്പ്. കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. ടൈം ലാപ്സ് എടുത്തോണ്ടിരിക്കുക. വേഗം കാരണം നമുക്കെല്ലാം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. കിട്ടിയാൽ കൊള്ളാം. ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 minutes ആയി. ഞാൻ ട്രൈസ് ചെയ്തു, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഭയങ്കര തണുപ്പ്, നല്ല കാറ്റ്. പിന്നെ നമ്മുടെ ഡിവൈസിനെല്ലാം ഒന്നും ചാർജ് ചെയ്യില്ല. അതുകൊണ്ട് വേറെ വഴിയുണ്ടോ? മെല്ലെ നോക്കി പോയാൽ മതി കേട്ടോ. നമ്മുടെ സൂര്യൻ എത്തിയിരിക്കുകയാണ്. താഴോട്ട് പോയി.
എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാനുള്ളത്, മഹാരാഷ്ട്രയുടെ ഹൈയസ്റ്റ് പീക്ക് അതിനുള്ളുണ്ട്. അപ്പോൾ തുടങ്ങിയതാണ് 3 മണിക്കൂർ കൊണ്ട് കയറിയതാണ്. സൺറൈസ് ഈ ക്ലൗഡ്സിൻ്റെ കാരണം പ്രോപ്പറായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് മീഡ് വന്നിട്ടാണ് കാണാൻ പറ്റും, അതല്ലാതെ വേറെ ഒന്നുമില്ല. താഴെ ഫുള്ളി പച്ചപ്പ്. ആ കാണുന്നതാണ് സഹ്യാദ്രി മൗണ്ടൻസ്, സഹ്യാദ്രി ഹിൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്ലിയറായിട്ട് അറിയത്തില്ല. ഈ പാറയുടെ താഴെ കിടക്കുക, അവിടെ തന്നെ നേരെ ഇറങ്ങും. ഇനി ഇവിടുന്ന് ഒരു 3 മണിക്കൂർ എടുക്കും താഴോട്ട് ഇറങ്ങാൻ. താഴെ ഇറങ്ങാൻ കഴിക്കുക, ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കുക അത്ര. കാറ്റ്, നല്ല കാറ്റ്. ഇന്നലെ രാത്രി ഞങ്ങൾ കയറിയപ്പം ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റത്തില്ല, ക്യാമറ കാണുന്നില്ല. പാതിരാത്രി ഞങ്ങൾ വെളുപ്പിനെ 2 മണിക്ക് ഇതിലേ കയറിയേ, 3 മണിക്കൂർ എടുത്തു മേളിൽ കയറാം. ഇന്ന് രാവിലെ ഇതുപോലെ തന്നെ സൺറൈസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇച്ചിരി സെക്കൻഡിലേക്ക് അല്ലേ. ഫുൾ ക്ലൗഡ്സ് കാരണം നമുക്കൊന്നും നല്ല രീതിയിൽ കാണാനും എടുക്കാനും പറ്റിയില്ല, അങ്ങനായിരുന്നു. അതിൻ്റെ ഒരു കൊച്ചു ടൈം ലാപ്സ് കാണാൻ. പക്ഷെ നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്, അടിപൊളി ലാൻഡ്സ്കേപ്പ്. ഇവിടെ ഇപ്പം മഴയില്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ടെറൈൻ ഇച്ചിരി കൂടെ ഭയങ്കര വൃത്തികേടാവും. അപ്പം ആൾക്കാർ പോകുന്നത് ഭയങ്കര പാടായിരിക്കും. ഒന്ന് ആ പോസ്റ്റ് മൺസൂൺ ടൈമിൽ വരുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇല്ല, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഫുൾ ഫ്ലഡ്ജിൽ മൺസൂൺ തുടങ്ങിയില്ല. അതിന് മുന്നേ നമ്മൾ വന്നു. ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളി നമ്മൾ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡ് വെച്ച് ട്രൈപോഡ് ഇരിക്കുന്നില്ല, പറന്നു പോവാ. നമ്മളിപ്പോൾ ഒരു കാറ്റിൻ്റെ അഗേൻസ്റ്റ് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇച്ചിരി നമ്മുടെ ബേസ് ഒന്ന് ഇതാവും, ഇളകും. വണ്ടി കൂടെ പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എഴഞ്ഞപ്പം ഓ പൈസ നിങ്ങളത് കണ്ടോ? ആനങ്ങല്ലേ ഞാൻ വീണില്ല. ഇതൊക്കെയാണ് ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനും ഉള്ള വഴി. ഇതൊക്കെ നല്ല വഴിയാ, ശരിയല്ല. തെന്നി ഉണ്ടല്ലോ അങ്ങ് കൊക്കേ കട. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കുക്കായി. ഇറങ്ങിപ്പോകാൻ നല്ല പാടായിരിക്കും. മഴ പെയ്താലും നമുക്ക് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുള്ളൂ. കണ്ടിട്ട് ഈ വെള്ളം നല്ലതായിരിക്കും. നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വെള്ളമൊക്കെ കണ്ടിട്ട് വേണോ? ഞാനുണ്ട്. അടിപൊളി. Oh my God, nice food, nice food. Nice food, nice food. Nice food, huh? This is life. ക്യാ ചൽ രഹാ ഹൈ? ഇവിടെ എന്താണ് പരിപാടി? കുലുക്കമൊക്കെ കാണുന്നു. ക്യാ ചൽ രഹാ ഹൈ? ഞങ്ങൾ ആദ്യം അവിടെ വന്നിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ട് എത്തിയെന്ന് ഞങ്ങൾ ആദ്യം കരുതിയായിരുന്നു. കാരണം 4 ലാഡർ എന്നാണ് പറഞ്ഞത്, 3 ലാഡർ കഴിഞ്ഞു. കൺമണി അൻപോൾ അവന്മാർ പാമ്പിനെയൊക്കെ കണ്ടെന്നാ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ലാഡർ. ഒരു കുരങ്ങച്ചൻ വരുന്നു. ഒരു കുരങ്ങനെ, അതിൻ്റെ താഴെ കുറേ പിള്ളേരും ഉണ്ട്. എന്നെ കുത്തല്ലേ എടാ, എടാ എത്തി. അത് നോക്കിയേ. ധന്യവാദ്. ധന്യവാദ്. ഓ യെസ്, you reached.
പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റിനകത്തൂടെ ഉണ്ട്. യെസ്, തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ അവസാനിക്കാൻ പോവാം. എന്ത് മനോഹരമായ ലാൻഡ്സ്കേപ്പ്. ഈ കാണുന്ന ഹൈറ്റ് അല്ലേ കേട്ടോ, അതിൻ്റെ മുകളിലായിരുന്നു. ഓ, അത് ഇപ്പം കാണാമല്ലേ. ഇതേ ഞാൻ എന്താ ഇത്രയേ ഉള്ളൂ, ആ മല അത്രേ ഉണ്ട്. ഓക്കെ, ഇവിടെ നാണ്ടൊരു നല്ല മട്ടൻ പോകുന്നു. വെട്ടി കറി വെച്ചാലോ. വീഗൻസ് നമ്മളെ കൊല്ലും. വീഗൻസ് നമ്മളെ കൊല്ലത്തില്ലല്ലോ. ഞങ്ങളങ്ങനെ ഇന്നലെ വന്നിരുന്ന സ്ഥലത്ത് തന്നെ ഇന്ന് വന്ന് കഴിക്കാനിരിക്കുക. ഇവിടെ നോൺ വെജ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഓർഡർ കൊടുക്കാൻ പോയപ്പോഴാണ് പറയുന്നത് നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വെജ് ഓർഡർ ചെയ്തു. ഞങ്ങളുടെ ഫുഡ് എത്തി. എന്തോ ഒരു കറി, ദാല്, പപ്പടം, ചപ്പാത്തി. എന്തൊരു കറിയല്ല, മിസൈൽ പാവിൻ്റെ അതിനകത്തൊഴിക്കുന്ന ഗ്രേവി. അതിന് ഭയങ്കര ഭയങ്കര ഇത് ഇതെല്ലാം എന്ത് വാട്ടർ ചെയ്യായത്. അങ്ങനെയാണോ മിസൈൽ പാവ്? അങ്ങനെ അല്ല, ദാലുണ്ട്. കഴിച്ചിട്ട് വേണം. ബസ്സിൽ 1.5 മണിക്കൂർ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല 1.5 മണിക്കൂറായി. കണ്ണടച്ച് തുറന്നപ്പോൾ ഞങ്ങൾ വിടും. ഇങ്ങനെ കുറേ തവണ എൻ്റെ ഈ മൂക്ക് എന്നാ നേരെ കമ്പിയിലൊക്കെ ഇടിച്ച് ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക്. ഇങ്ങനാണേലും ഒരു നല്ല വൃത്തികെട്ട ഉറക്കം കിട്ടി. അതെ, പക്ഷെ ആ ഉറക്കം ഞാൻ ക്രേവ് ചെയ്യും. ഇനി നേരെ ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട് പോകും. ഇത് ഇവിടുന്ന് ഇപ്പോഴെങ്കിലും എടുക്കത്തില്ല, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. ഇത് എത്താൻ 2.5 മണിക്കൂർ എടുക്കും. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുക, സീറ്റൊക്കെ ഫ്രീ ആണ്. ഞങ്ങൾ ഇന്നലെ ഇറങ്ങിയ ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇന്നലെ വീട്ടിൽ എത്തുന്നത്. അതായത് ഒരു ദിവസം കൃത്യം ഫുൾ ട്രാവലിങ്ങും ഉറക്കമില്ല. ഒരു ദിവസം ഒന്നും ഉറങ്ങിയില്ല. രാത്രി ട്രക്ക് ചെയ്ത് 10 കിലോമീറ്റർ മൊത്തം. ഓക്കെ, ബൈ. എന്നിട്ട് നീന്തൽ അടയ്ക്കുന്നേ നമ്മൾ പറഞ്ഞില്ല, മെയിൻ സാധനം പറഞ്ഞില്ല. എന്തോ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലല്ലേ? പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യം. അതെ, നമ്മുടെ കണ്ടന്റ് കാണുമ്പോൾ അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ ബെല്ലൈക്കൺ. അത് ശരിയാണല്ലോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ലവ് യു ഗൈസ്.